പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് WWE ഇപ്പോൾ ട്വിറ്ററിലൂടെ ഒരു വീഡിയോ പുറത്തേക്ക് ഇറക്കുകയുണ്ടായി. ആ വീഡിയോയ്ക്ക് ഒരു പ്രത്യേക ക്യാപ്ഷൻ കൊടുത്തിട്ടില്ല. ആ ഒരു വീഡിയോയിൽ ഒരു മെയിൽ സൂപ്പർ സ്റ്റാറിൻ്റെ റിട്ടേണോ ഡെബ്യൂയോ ആണ് WWE കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നല്ല ഒരു കോട്ടും സ്യൂട്ടും നല്ല ഷൂവും ഒക്കെ ധരിച്ചു വരുന്ന ഒരു വെൽ ജെന്റിൽമാൻ, അങ്ങനെയുള്ള ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു റിട്ടേണിൻ്റെ ഒരു സൂചന അവർ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡെബ്യൂവിൻ്റെ ഒരു സൂചന നൽകിയിട്ടുണ്ട്. അതിൽ പ്രത്യേക ക്യാപ്ഷനോ പ്രത്യേകിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ അത് ആര് എന്നുള്ളൊരു സംശയം ഇപ്പോൾ റെസ്ലിംഗ് ലോകത്ത് ഉടലെടുത്തിട്ടുണ്ട്. അപ്പോൾ ചില റൂമേഴ്സിൽ നിന്ന് നമുക്ക് 3 പേരുടെ പേരാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതിൽ ഒന്ന് മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തർ എന്ന് പറയുന്ന ആ റെസ്ലറിൻ്റെ പേരാണ്. ഗുന്തറിന് ഇഞ്ചുറി പറ്റി താരം മാറി നിൽക്കുന്നതാണ് ഏറ്റവും അവസാനമായി നമുക്ക് കാണാൻ സാധിച്ചത്. സമ്മർ സ്ലാമിലായിരുന്നു ഗുന്തറിനെ അവസാനമായി നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഗുന്തറിൻ്റെ ഇഞ്ചുറി എല്ലാം മാറി ഗുന്തറിൻ്റെ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ടീസർ പോലെ പുറത്തേക്ക് വിടുന്ന ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഗുന്തർ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. രണ്ടാമത്തെ ഒരു പേര് സാന്റോസ് എസ്കോബാറിൻ്റെ പേരാണ്. ലെഗഡോ ഡെൽ ഫെൻറ്റാസ്മ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ ലീഡറായിരുന്ന സാന്റോസ് എസ്കോബാർ ഈ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ അപ്പിയറൻസ് നടത്തുമെന്നുള്ളത് PW ഇൻസൈഡർ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതാണ്. അപ്പോൾ സാന്റോസിൻ്റെ ആ റോയിലേക്കുള്ള വരവിന് ഭാഗമായിട്ടുള്ള ഒരു ടീസറാണ് ആ ഒരു വീഡിയോ എന്നുള്ളത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ റെസ്ലറുടെ പേര് ക്രിസ് ജെറീക്കയുടെ ഒരു പേരാണ്. ക്രിസ് ജെറീക്കയുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള WWEയിലേക്കുള്ള തിരിച്ചറിവിൻ്റെ ആദ്യ ടീസറാണ് ഈ ഒരു വീഡിയോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, മെയിൻ റോസ്റ്ററിലേക്കുള്ള ഒരു റെസ്ലറുടെ തിരിച്ചറിവോ ഡെബ്യൂവോ ആണ് ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ NXTയിലേക്കാണെങ്കിൽ ഇന്ന് കഴിഞ്ഞ ഹെലോവിൻ ഹെവോക്ക് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് ഇടയിലൂടെയോ അല്ലെങ്കിൽ ആ പ്രീമിയം ലൈവ് ഇവൻറ്റ് അവസാനിക്കുന്ന ക്ലോസിംഗ് ഷോട്ടിലോ അവർക്ക് ഈ ഒരു വീഡിയോ പ്ലേസ് ചെയ്യാമായിരുന്നു. പക്ഷേ അതവർ ചെയ്തില്ല. അപ്പോൾ മെയിൻ റോസ്റ്ററിലേക്കുള്ള ഒരു റിട്ടേണോ ഡെബ്യൂവോ ആണ് ഈ മേജർ സൂപ്പർ സ്റ്റാറിനെ ഉപയോഗിച്ച് WWE പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട്. അത് ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാം. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു റെസ്ലറുടെ പേര് അതുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ്, സെറനൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന അടുത്ത ഞായറാഴ്ച നവംബർ 2-ാം തീയതി നടക്കാൻ പോകുന്ന സ്പെഷ്യൽ എപ്പിസോഡ് ഇന്ത്യയിൽ എങ്ങനെയാണ് നമുക്ക് ലൈവ് കാണാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നിലവിൽ 3 മത്സരങ്ങളാണ് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത്. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് ഡ്രൂ മാക്കൻഡയറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം, നിലവിലെ WWE വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ ജേഡ് കാർഗിലിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം, അതുപോലെ തന്നെ വെക്കേറ്റ് ചെയ്ത വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്പർ 1 കണ്ടൻഡേഴ്സായ ജെ ഊസോയും സൂപ്പർ താരമായ CM പങ്കും തമ്മിൽ ഏറ്റുമുട്ടുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം. ഇങ്ങനെയുള്ള 3 മത്സരങ്ങളാണ് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത്. ഇതുവരെയുള്ള എല്ലാ SNME എന്ന് നമ്മൾ ഷോർട്ട് നെയിമിൽ വിളിക്കുന്ന സെറനൈറ്റ്സ് മെയിൻ ഇവൻറ്റ് ഷോകളും യൂട്യൂബ് വഴിയാണ് സ്ട്രീം ചെയ്തിട്ടുള്ളത്. പുലർച്ചെ 5:30 മുതലാണ് അവർ ലൈവ് ആരംഭിക്കാറുള്ളത്. ഈ പ്രാവശ്യത്തെയും, അതായത് ഞായറാഴ്ച നവംബർ 2-ാം തീയതി നടക്കാൻ പോകുന്ന സെറനൈറ്റ്സ് മെയിൻ ഇവൻറ്റും യൂട്യൂബിലൂടെ ലൈവ് കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ റോ, സ്മാക്ഡൗൺ, NXT മറ്റ് പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് ഒക്കെ സ്ട്രീം ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും കൂട്ടുകാർക്കിടയിൽ ഇതൊരു സംശയം വരാറുണ്ട്. കമൻറ്റ് ബോക്സിൽ കുറേയധികം കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു യൂട്യൂബിൽ സ്ട്രീം ചെയ്യുമെന്നുള്ള ഒരു അപ്ഡേറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരികയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യാം. നിലവിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് അടുത്ത ഞായറാഴ്ച നവംബർ 2-ാം തീയതി രാവിലെ 5:30 മുതൽ യൂട്യൂബ് വഴി സെറനൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോ ലൈവ് കാണാൻ സാധ്യമാകുന്നതാണ്. മൂന്നാമത്തെയും അവസാനത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്, ഇപ്പോൾ കഴിഞ്ഞ WWEയുടെ ഹലോവിൻ ഹെവോക്ക് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. NXT ബ്രാൻഡ് നടത്തിയ ഹലോവിൻ ഹെവോക്ക് വളരെ ഗംഭീരമായിട്ടുള്ള മത്സരങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു. ആദ്യ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് AAA പ്രൊമോഷനിൽ നിന്ന് വന്ന LA പാർക്ക്, അതുപോലെ തന്നെ മിസ്റ്റർ ഇഗ്വാന തുടങ്ങിയവർ ടീം ആയിക്കൊണ്ട് TNAയുടെ എക്സ് ഡിവിഷൻ ചാമ്പ്യനായ ലിയോൺ സ്ലൈറ്റർ, NXT സൂപ്പർ സ്റ്റാർ ജിവാൻ എവൻസ് തുടങ്ങിയവർക്കെതിരെ കളിച്ച ഒരു ടാഗ് ടീം മത്സരം അതിഗംഭീരമായിട്ടുള്ള മത്സരമായിരുന്നു. ഹലോവിൻ ഹാവോക്ക് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയതും ഈ ഒരു ടാഗ് ടീം മത്സരമായിരുന്നു. ഈ ഒരു ഹൈ ഫ്ലൈങ് തലത്തിൻ്റെ ഒരു പീക്ക് ലെവലിലേക്ക് കൊണ്ടുപോയ മത്സരത്തിൽ ജിവോൺ എവൻസ്, ലിയോൺ സ്ലൈറ്റർ തുടങ്ങിയവരുടെ ടീം ക്ലീനായി തന്നെ AAA ടീമിനെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രണ്ടാമതായി നടന്നിട്ടുണ്ടായിരുന്ന ഒരു മത്സരം NXTയുടെ നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ ഈതൻ പേജ് AAA
കമ്പനിയിൽ നിന്ന് വന്ന എൽ ഹിജോ ഡെൽ വേഗ്നർ എന്ന് പറയുന്ന റെസ്ലറിനെതിരെ ഡിഫെൻഡ് ചെയ്ത ആ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം. ഇതൊരു വയലൻസ് നിറഞ്ഞ ഹാർഡ് കോർ ലെവലിലുള്ള മത്സരമാണ്. ഡേ ഓഫ് ദി ഡെത്ത് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഒരു മത്സരം ഒരു ഹെലോവിൻ ടൈപ്പ് മത്സരമായിട്ടാണ് അവർ നടത്തിയത്. ഒരു ഡാർക്ക് തീമൊക്കെയാണ് ഈ മത്സരത്തിൻ്റെ ഒരു ലൈറ്റായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൽ ഈതൻ പേജ് തന്നെ ഗംഭീര പ്രകടനത്തോടു കൂടി വേഗ്നറിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മൂന്നാമതായി ഇത് നടന്നിട്ടുണ്ടായിരുന്നത് NXTയുടെ വുമൻസ് നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ സോൾ റൂക്കിക്ക് ഇഞ്ചുറി പറ്റിയതുകൊണ്ട് സോൾ റൂക്കിയുടെ പാർട്ണറായ സാരിയ സോൾ റൂക്കിക്ക് പകരം ഈ ഒരു ടൈറ്റിൽ ബ്ലേക്ക് മൊൺറോ എന്ന് പറയുന്ന പുതുമുഖ റെസ്ലറിനെതിരെ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സാരിയയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തി ബ്ലേക്ക് മൊൺറോ പുതിയ NXT വുമൻസ് നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇഞ്ചുറി പറ്റിയ സോൾ റൂക്ക ഈ പരാജയത്തെ തുടർന്ന് സാരിയയോട് ഇനി എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവരുടെ ഈ ഒരു ടാഗ് ടീം സ്റ്റോറി ആയിട്ട് അവർ ഇനി NXTയിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ബ്ലേക്ക് മൊൺറോയുടെ WWE കരിയറിലെ ആദ്യ ചാമ്പ്യൻഷിപ്പ് വിജയമാണ് നമുക്കിന്ന് ഹലോവിൻ ഹെവോക്കിൽ കാണാൻ സാധിച്ചത്. നാലാമതായി നടന്നിട്ടുണ്ടായിരുന്നത് NXT വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. മറ്റൊരു ടൈറ്റിൽ ചേഞ്ച് നടന്ന ഒരു മത്സരമായിരുന്നു. ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ടെറൻ പാക്സ്ലി എന്ന് പറയുന്ന റെസ്ലർ നിലവിലെ ചാമ്പ്യനായ ജെയ്സി ജെയിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ NXT വുമൻസ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഫേറ്റൽ ഇൻഫ്ലുവൻസ് അതുപോലെ തന്നെ ഈ കള്ളിംഗ് എന്ന് പറയുന്ന ടീമിൻ്റെയൊക്കെ ഇടപെടൽ ഈ മത്സരത്തിൽ ഉടനീളം നടക്കുന്നുണ്ടായിരുന്നു. ഈ ടീമിനെയൊക്കെ ബാക്ക് സ്റ്റേജിലേക്ക് അയക്കുന്ന റഫറിയുടെ മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ അതൊന്നും ടെറൻ പാക്സ്ലി പുതിയ ചാമ്പ്യൻ ആകുന്നതിന് വലിയ തടസ്സമായില്ല. ഈ കള്ളിംഗ് എന്ന് പറയുന്ന ടീമിലെ റെസ്ലർ ടെറൻ പാക്സ്ലിയെ ആക്രമിക്കുന്ന രീതിയിൽ അവസാനം ഒരു നിമിഷം കാണിച്ചു എന്നുണ്ടെങ്കിലും അത് നേരെ ചെന്നടിക്കുന്നത് ജെയ്സി ജെയിനെയായിരുന്നു. അത് റഫറിക്ക് കാണാൻ സാധിച്ചില്ല. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ടാണ് ടെറൻ പാക്സ്ലി പുതിയ NXT വുമൻസ് ചാമ്പ്യൻ ആകുന്നത്. അപ്പോൾ ടെറൻ പാക്സ്ലിയുടെ ആദ്യത്തെ ഒരു NXT ടൈറ്റിൽ വിജയമാണ് നമുക്കിന്ന് ഹലോവിൻ ഹെവോക്കിൽ കാണാൻ സാധിച്ചത്. ഇനി ഈ ഒരു ചാമ്പ്യൻഷിപ്പ് റണ്ണ് താരം എങ്ങനെ കൊണ്ടുപോകുമെന്നുള്ളത് ഇനിയുള്ള NXT വീക്ക്ലി എപ്പിസോഡ്സിൽ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അഞ്ചാമതായി നടന്നിട്ടുണ്ടായിരുന്നത് NXT ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഇതൊരു ബ്രോക്കൺ റൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാർഡ് കോർ ലെവലിലുള്ള മറ്റൊരു മത്സരമായിരുന്നു. നിലവിലെ NXT ടാഗ് ടീം ചാമ്പ്യന്മാരായ ഹാർഡി ബോയ്സ് ജെഫ് ഹാർഡി മാറ്റ് ഹാർഡി ഇവരുടെ ബ്രദർ നീറോ അതുപോലെ തന്നെ ബ്രോക്കൺ മാറ്റ് ഹാർഡി ക്യാരക്ടറിലായിരുന്നു ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ എതിരാളിയായിട്ട് ഡാർക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ടീമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഡാർക്ക് സ്റ്റേറ്റിലെ 4 റെസ്ലേഴ്സും ഈ ഒരു ടീമിൽ അതൊരു ഹാർഡ് കോർ ലെവൽ ന്യൂ DQ മത്സരമായതുകൊണ്ട് തന്നെ ഈ 4 പേരും ഈ ഹാർഡി ബോയ്സിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ സാധിച്ചു. ഗംഭീരമായിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് ഒക്കെ കാണാൻ സാധിച്ചു. പതിവ് പോലെ ജെഫ് ഹാർഡി ലാഡറിൻ്റെ മുകളിൽ നിന്ന് ടേബിളിൻ്റെ മുകളിലേക്ക് ജമ്പ് ചെയ്യുന്ന സ്വാൻടൻ ബോംബ് ചെയ്യുന്ന ആയിട്ടുള്ള മൊമെൻറ്റ്സ് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ബാരിക്കേഡ് ബ്രേക്ക് ആകുന്നതും അതുപോലെ ടേബിൾ ബ്രേക്ക് ആകുന്ന ഒട്ടനവധി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. മത്സരത്തിൽ പുതിയ NXT ടാഗ് ടീം ചാമ്പ്യന്മാരായി ഡാർക്ക് സ്റ്റേറ്റ് ഹാർഡി ബോയ്സിനെ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മെയിൻ ഇവൻ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് NXT ചാമ്പ്യനായ റിക്കി സൈൻസ് എന്ന് പറയുന്ന ആ റെസ്ലർ ട്രിക് വില്യംസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഇതുവരെ വന്ന മത്സരങ്ങളിൽ നിന്ന് ഒരു നിലവാരം പുലർത്താത്ത അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് പോകാത്ത ഒരു മത്സരമായിട്ട് ഈ ഒരു മെയിൻ ഇവൻറ്റ് എനിക്ക് ഫീൽ ചെയ്തു. പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു. റിക്കി സൈൻസ് ട്രിക് വില്യംസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതോടുകൂടി ഷോ അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഹലോവിൻ ഹെവോക്ക് ഗംഭീരമായിട്ടുള്ള വയലൻസ് ഒക്കെ നിറഞ്ഞ ഒരു മത്സരം സമ്മാനിച്ച ഒരു ഇവൻ്റ് ആയിരുന്നു. ലൈവ് കണ്ട കൂട്ടുകാർക്ക് ആ ലൈവ് കണ്ട സമയം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും NXT ഹലോവിൻ ഹെവോക്കിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.